കഴിഞ്ഞ അധ്യായത്തിൽ അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സന്യാസമാണോ കർമ്മയോഗമാണോ ശ്രേയസ്കരമായിട്ടുള്ളത്? കർമ്മം ഉപേക്ഷിക്കുന്നതാണോ അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നതാണോ കൂടുതൽ ഉത്തമമായിട്ടുള്ളത് എന്ന് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ മനസ്സിലായി, യഥാർത്ഥത്തിലുള്ള സന്യാസം എന്താണെന്ന് അർജുനന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അർജുനൻ വിചാരിച്ചത് സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുക്തനായി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഭക്തനായി കഴിഞ്ഞാൽ പിന്നെ കർമ്മമൊന്നുമില്ല, അദ്ദേഹം വെറുതെ ഇരിക്കും അല്ലെങ്കിൽ ധ്യാനിച്ചിരിക്കും എന്നാണ് അർജുനൻ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നു, വെറുതെ സന്യാസം സ്വീകരിച്ചത് കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് പൂർണ്ണത ലഭിക്കുന്നില്ല. സന്യാസം സ്വീകരിച്ചതിന് ശേഷവും കർമ്മമുണ്ട്, ഭഗവത് സേവനമുണ്ട്, കർമ്മയോഗമുണ്ട്. അതുകൊണ്ട് സന്യാസം സ്വീകരിച്ചതിന് ശേഷമുള്ള കർമ്മയോഗമാണ് കൂടുതൽ ഉത്തമമായിട്ടുള്ളത് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. മാത്രമല്ല, ആ ജ്ഞാനം, ഭഗവത് ജ്ഞാനം നേടിയതിനു ശേഷം ഒരു വ്യക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുക, ആ വ്യക്തിയുടെ പ്രവർത്തനത്തിലെ വ്യത്യാസം എന്താണ്? സാധാരണ ഒരു വിഷയങ്ങളെ, ഭൗതിക വിഷയങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും ഒരു യോഗയുക്തനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു യോഗയുക്തൻ പ്രവർത്തിക്കുന്നത് കർമ്മഫലങ്ങൾ നേടാൻ വേണ്ടിയല്ല. അദ്ദേഹം കർമ്മഫലങ്ങളെ ആശ്രയിച്ചല്ല പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഭഗവാന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. കർമ്മഫലം എന്തായാലും അദ്ദേഹം ആ പ്രവർത്തനം തുടർന്നു കൊണ്ടേയിരിക്കും. ജയമായാലും പരാജയമായാലും ലാഭമായാലും നഷ്ടമായാലും ആ വ്യക്തി ഭഗവാന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ആർക്കും ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ തടയാൻ സാധിക്കില്ല. പക്ഷെ കർമ്മഫലങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, കർമ്മഫലങ്ങൾ വിപരീതമായി കഴിഞ്ഞാൽ ആ പ്രവർത്തനങ്ങൾ അവിടെ നിർത്തും. പിന്നീട് തുടർന്ന് പ്രവർത്തിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുകയില്ല. യുക്ത കർമ്മഫലം തെക്വാ ശാന്തിമാപ്നോതി നഷ്ടിക്കും അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യത എന്ന് പറഞ്ഞു. ഇങ്ങനെ ഭഗവാന് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എല്ലാവിധ കർമ്മദോഷങ്ങളിൽ നിന്നും മുക്തനാകാനും യഥാർത്ഥ ജ്ഞാനം നേടാനും ആ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ വ്യത്യസ്ത കർമ്മങ്ങളെ തിരിച്ചറിയാനും സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജ്ഞാനേനതു തദജ്ഞാനം യേശാം നാശിതമാത്മന തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം. ആ സമയത്ത് ഒരു വ്യക്തിക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്താണ് കർമ്മം, എന്താണ് അകർമ്മം, എന്താണ് വികർമ്മം എന്നൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുകയും ആണെന്നും, ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് 3 തത്വങ്ങൾ ഒരു വ്യക്തി, ഒരു യോഗി തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടതാണെന്നും, അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള ശാന്തി ലഭിക്കുമെന്നും ഭഗവാൻ ആ അധ്യായത്തിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാനെ കുറിച്ച് 3 കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. എന്താണ്? ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി പൃച്ഛതി. ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് 3 കാര്യങ്ങൾ ഒരു യോഗി മനസ്സിലാക്കിയിരിക്കണം. എന്തൊക്കെയാണ്? ഭോക്താരം യജ്ഞതപസാം, എല്ലാ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവ് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. സർവലോകമഹേശ്വരം, എല്ലാ ലോകങ്ങളുടെയും നിയന്താവ്, ഉടമസ്ഥൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. സുഹൃതം സർവഭൂതാനാം, എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണ് ഭഗവാൻ. എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്, എല്ലാവരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് യഥാർത്ഥ സമാധാനം അനുഭവിക്കാൻ സാധിക്കും എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോക്കുന്നത് 6-ാമത്തെ അധ്യായമാണ്, ധ്യാനയോഗം. കഴിഞ്ഞ അധ്യായത്തിന്റെ അതേ ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ് ഭഗവാൻ തുടരുന്നത്. സന്യാസം എന്താണെന്ന് ഭഗവാൻ ഇവിടെ വീണ്ടും
വിശദീകരിക്കുന്നുണ്ട്. അർജുനന്റെ ചോദ്യം സന്യാസത്തെ കുറിച്ചായിരുന്നു. സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി. അങ്ങ് സന്യാസം കർമ്മങ്ങളെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു, അതേപോലെ വീണ്ടും യോഗം അനുസരിച്ച് കർമ്മം ഭഗവത് സേവനമായിട്ട് കർമ്മം ചെയ്യണമെന്നും പറഞ്ഞു. ഇതിലേതാണ്? യക്ഷയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. ഇതിലേതാണ് ശ്രേയസ്കരം എന്ന് അങ്ങ് ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്ത് ഉറപ്പിച്ചു പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ ഭൗതിക കർമ്മങ്ങളെ ഉപേക്ഷിച്ച് ഭഗവാന് വേണ്ടി സേവനം ചെയ്യുക, അല്ലെങ്കിൽ ഭൗതിക കർമ്മങ്ങളിൽ ഫലാസക്തി ഇല്ലാതെ കർമ്മഫലം ഇച്ഛിക്കാതെ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുക. അതാണ് യഥാർത്ഥ സന്യാസി എന്നിവിടെ ഭഗവാൻ വ്യക്തമാക്കി കൊടുക്കുന്നത്. അപ്പൊ സന്യാസത്തിന്റെ നിർവചനത്തിലാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ആരാണ് യഥാർത്ഥ സന്യാസി? സന്യാസി എന്നുള്ള പേര് കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്താണ് ചിത്രം നമ്മുടെ മനസ്സിൽ വരുന്നത്? ഒരു കാഷായ വസ്ത്രം ഇട്ട് താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി അല്ലെ, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് സന്യാസി എന്നുള്ള പേര് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ രൂപം വരുന്നത്. പക്ഷെ ബോധതലത്തിൽ ഒരു സന്യാസിയുടെ ബോധം എന്താണ്? യഥാർത്ഥത്തിൽ ആരാണ് സന്യാസി? സന്യാസിയുടെ പ്രവർത്തനം എന്താണ് എന്നിവിടെ ഭഗവാൻ വ്യക്തമാക്കി തരുന്നുണ്ട്. സന്യാസിയുടെ നിർവചനമാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോദ്യഃ സന്യാസി ച യോഗി ന നിരഗ്നിർ ന ചാക്രിയ. യഥാർത്ഥത്തിൽ ഒരു സന്യാസി എന്നതുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോദ്യഃ. കർമ്മഫലങ്ങളെ ആശ്രയിക്കാതെ, താൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലത്തെ ആശ്രയിക്കാതെ, കാര്യം കർമ്മ കരോതിയ, എന്താണോ ധാർമ്മികമായിട്ട് തനിക്ക് ചെയ്യാനുള്ളത്, തന്റെ കടമ, ധാർമ്മികമായിട്ടുള്ള കടമ, അത് ആത്മീയമായിട്ടുള്ള കടമയായിരിക്കാം, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കടമയായിരിക്കാം. കടമ എന്നുള്ള നിലവാരത്തിൽ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ആരാണോ ചെയ്യുന്നത് അതിന്റെ കർമ്മഫലത്തെ ആശ്രയിക്കാതെ, കർമ്മഫലം ചിലപ്പോൾ വിജയമായിരിക്കാം, അല്ലെങ്കിൽ പരാജയമായിരിക്കാം, ഒന്നുകിൽ ലാഭമായിരിക്കാം, അതല്ലെങ്കിൽ നഷ്ടമായിരിക്കാം. ഇതൊന്നും നോക്കാതെ ഇതെന്റെ ധാർമ്മിക ബാധ്യതയാണ് അല്ലെ, ഭഗവാനെ കുറിച്ച് പ്രചരിപ്പിക്കുന്നത് ഒരു ഭക്തന്റെ ഉത്തരവാദിത്തമാണ്. അത് ചിലപ്പോൾ ജനങ്ങൾ സ്വീകരിച്ചു എന്ന് വരാം, ജനങ്ങൾ സ്വീകരിച്ചില്ല എന്ന് വരാം, പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് കർമ്മഫലത്തെ ആശ്രയിക്കാതെയുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. അനാശ്രിത കർമ്മഫലം, കർമ്മഫലത്തെ ആശ്രയിക്കാതെ. അപ്പോൾ പിന്നെ അദ്ദേഹം ആയിരിക്കും ആശ്രയിച്ചിട്ടുണ്ടാവുക? അദ്ദേഹം ഭഗവാനെയാണ് ആശ്രയിക്കുന്നത്. ഭഗവാനെ ആശ്രയിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് കർമ്മഫലത്തെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല, ഭഗവാൻ തന്നെ നോക്കിക്കോളും എന്നുള്ള ആ ബോധത്തിലാണ് ആ വ്യക്തി പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സന്യാസിയും യോഗിയും എന്നും ഭഗവാൻ പറയും. അപ്പൊ സന്യാസിയും യോഗിയും രണ്ടും ഒന്ന് തന്നെയാണ്. യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഭഗവാനോട് ചേർന്ന് നിന്ന് ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് യോഗി. സന്യാസിയും അത് തന്നെയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. നിരഗ്നിർ ന ചാക്രിയ, അല്ലാതെ പേരിന് വേണ്ടി അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ, സന്യാസി ആയതുകൊണ്ട് ഞാൻ അഗ്നിഹോത്രമൊക്കെ ഉപേക്ഷിച്ചു, ഞാൻ സ്വന്തമായിട്ട് പാകം ചെയ്യില്ല, ഇങ്ങനെ കർമ്മ നിയമങ്ങൾ അനുസരിച്ച് മാത്രം സന്യാസി ആയതുകൊണ്ട് മാത്രം ഭഗവാന്റെ കണക്കിൽ ഒരു വ്യക്തി സന്യാസിയാകുന്നില്ല എന്നാണ് പറയുന്നത്. നിരഗ്നിർ ന ചാക്രിയ, അല്ലെങ്കിൽ കർമ്മമൊന്നും ചെയ്യാതെ ഭൗതിക കർമ്മങ്ങൾ ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം ഒരു വ്യക്തി സന്യാസിയാകുന്നില്ല. അദ്ദേഹം ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം, ആത്മീയമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, ഭഗവാന് വേണ്ടി സേവനം ചെയ്യണം. എങ്ങനെ ചെയ്യണം? കർമ്മഫലം ആശ്രയിക്കാതെ ചെയ്യണം. അതാണ്, ആ വ്യക്തിയാണ് യഥാർത്ഥ സന്യാസി എന്ന് ഭഗവാൻ പറയും. അങ്ങനെ ഒരു യഥാർത്ഥ സന്യാസി ആകണമെങ്കിൽ അതത്ര എളുപ്പമല്ല എന്നും ഭഗവാൻ പറയും. അതിനെന്ത് വേണം? നഹി അസന്യസ്ത സങ്കല്പോ യോഗി ഭവതി കശ്ചനാണ്. ഭൗതിക സങ്കല്പങ്ങൾ ഉപേക്ഷിക്കണം. ഞാൻ ശരീരമാണ് എന്ന ബോധത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് യഥാർത്ഥ സന്യാസിയായി പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ യോഗിയായി പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ഭക്തനായി പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്.
ഒരു ഭക്തനാകണമെങ്കിൽ, ഒരു യോഗിയാകണമെങ്കിൽ, ഒരു സന്യാസിയാകണമെങ്കിൽ എന്ത് വേണം? അദ്ദേഹം ഭൗതിക ബോധത്തിൽ നിന്ന് ഉയരണം. ഞാൻ ശരീരമല്ല, ഞാൻ ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാവാണ് എന്നുള്ള ആത്മീയ ബോധത്തിലേക്ക് ഉയർന്നാൽ മാത്രമേ ആ വ്യക്തിക്ക് ഭക്തനായിട്ടും സന്യാസിയായിട്ടും യോഗിയായിട്ടും പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. നഹി അസന്യസ്ത സങ്കല്പോ യോഗി ഭവതി കശ്ചന. ഭൗതികമായിട്ടുള്ള സങ്കല്പങ്ങൾ ഉപേക്ഷിക്കാതെ ശാരീരിക നിലവാരത്തിൽ ഒരു വ്യക്തിക്ക് യഥാർത്ഥ സന്യാസിയാകാൻ കഴിയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഈ ഭൗതിക സങ്കല്പം എങ്ങനെ ഉപേക്ഷിക്കും? അതിനുള്ള മെത്തേഡാണ്, അതിനുള്ള ഒരു മാർഗമാണ് ഭഗവാൻ ധ്യാനയോഗം ആയിട്ട് പറയുന്നത്. നേരിട്ട് ഭക്തിയോഗത്തിലൂടെ ഒരു വ്യക്തിക്ക് യോഗിയായി തീരാം, അതിന് കുഴപ്പമില്ല. പക്ഷെ ഭക്തിയോഗം സ്വീകരിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ ധ്യാനയോഗം ഉപദേശിച്ചിട്ടുള്ളത്. ശരീരസങ്കല്പത്തിലുള്ളവർക്ക് ഉയർന്ന് ഞാൻ ആത്മാവാണ് എന്നുള്ള ആ ഒരു അനുഭവം ഉണ്ടാകണം. ആ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ഒരിക്കലും ഭൗതിക സങ്കല്പത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. അങ്ങനെ യഥാർത്ഥ സന്യാസിയായിട്ട്, യഥാർത്ഥ യോഗിയായിട്ട് ആ വ്യക്തിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ പ്രാരംഭ പ്രവർത്തകനുമുണ്ട്, അതേപോലെ അതിൽ വിജയിച്ചവനുമുണ്ട്. ആ യോഗത്തിൽ വിജയിച്ചവനുമുണ്ട്, യോഗ പരിശീലിക്കാൻ തുടങ്ങിയിട്ടുള്ളവനുമുണ്ട്. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ആരുരുക്ഷോർ മുനേർ യോഗം കർമ്മകാരണം ഉച്ചതേ യോഗാരുഢസ്യ തസ്സൈവ ശമകാരണം ഉച്ചതേ. ആരുരുക്ഷോർ, യോഗാരുരുക്ഷു, യോഗ ചെയ്യാൻ ആരംഭിച്ചിട്ടുള്ള വ്യക്തിയാണ്, തുടക്കക്കാരനെയാണ് ഭഗവാൻ യോഗാരുരുക്ഷു എന്ന് പറയുന്നത്. അദ്ദേഹം പൂർണ്ണമായിട്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ടില്ല, അദ്ദേഹം അതിന് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, സാധനയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തി യോഗാരുരുക്ഷു എന്നാണ് ഭഗവാൻ പറയുന്നത്. യോഗയിൽ വിജയം കൈവരിച്ച, ഇന്ദ്രിയ നിയന്ത്രണം കൈവരിച്ച വ്യക്തിയെ ഭഗവാൻ യോഗാരൂഢൻ എന്നാണ് പറയുന്നത്. യോഗാരൂഢൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ നിയന്ത്രണം സാധിച്ചു, അദ്ദേഹത്തിന് മനസ്സിലായി എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത്. അതിന് സാധിച്ച ഗോസ്വാമി, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുള്ള വ്യക്തി, അങ്ങനെയുള്ള വ്യക്തിയെ യോഗാരൂഢൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ യോഗാരൂഢന്റെ സ്റ്റാൻഡേർഡ് എന്താണ്, അദ്ദേഹത്തിന്റെ നിലവാരം എന്താണ് എന്നാണ് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സർവസങ്കല്പ സന്യാസി യോഗാരൂഢ തതോച്ചതേ. ഭൗതികമായിട്ടുള്ള സങ്കല്പങ്ങളിൽ നിന്ന് പുറത്തു കടന്നിട്ടുള്ളവനാണ് യോഗാരൂഢൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഞാൻ ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവനാണ്, ഞാൻ ഭഗവാന്റെ സേവനമാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഭഗവാന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകാൻ എന്നുള്ളതാണ് എൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് സർവസങ്കല്പ സന്യാസി യോഗാരൂഢ തതോച്ചതേ, യോഗാരൂഢനായിട്ട് മാറുന്നത് എന്ന് പറയും. ഭൗതിക സങ്കല്പത്തിൽ ഇരിക്കുമ്പോൾ യോഗാരൂഢനായിട്ട് മാറാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൗതിക സങ്കല്പത്തിൽ ഇരിക്കുന്ന സമയത്ത് ആ വ്യക്തി യോഗാരുരുക്ഷു ആയിരിക്കും, യോഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അതിന് ശ്രമിക്കുന്ന വ്യക്തിയായിരിക്കും എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഉയർച്ചയിലേക്ക് എത്താൻ വേണ്ടിയാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. ഭൗതിക സങ്കല്പത്തിൽ നിന്ന് ഉയരാൻ വേണ്ടിയാണ് ഭഗവാൻ പറയുന്നത്. കാരണം മനുഷ്യ ശരീരത്തിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. മറ്റു ശരീരങ്ങളിൽ ഇങ്ങനെ ബോധം ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾക്ക് ഒരിക്കലും സാധിക്കില്ല. എന്താണോ ബോധം, ആ ബോധത്തിൽ തന്നെ ജീവിതകാലം മുഴുവൻ ഇരിക്കണം. കാക്കയ്ക്ക് കാക്കയുടെ ബോധം, ഞാൻ കാക്കയാണ് എന്നുള്ള ബോധമാണ്. പൂച്ചയ്ക്ക് ഞാൻ പൂച്ചയാണ് എന്നുള്ള ബോധമാണ്, അല്ലെ? പട്ടിക്കും പന്നിക്കും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ശരീരബോധത്തിൽ മാത്രമേ ഇരിക്കാൻ സാധിക്കണം. പക്ഷെ മനുഷ്യന് മാത്രം എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ബോധത്തിൽ നിന്ന് ഞാൻ ഒരു ആത്മീയ സ്ഫുലിംഗമാണ്, ഞാൻ ഒരിക്കലും നശിക്കാത്ത ആത്മാവാണ്, ഭഗവാന്റെ അംശമാണ് എന്നുള്ള നിലവാരത്തിലേക്ക് ഉയരാൻ, ആ ജീവനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് ഭഗവാൻ നിർദ്ദേശിക്കുന്നു, ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേ ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനോ. നീ ആ ജീവനെ, ആത്മാവിനെ ഉയർത്തിക്കൊണ്ടുവരണം. എന്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരണം? മനസ്സുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഉയർന്ന ബോധത്തിലേക്ക് നീ വരണം എന്നാണ് പറയുന്നത്. മനുഷ്യ ശരീരം അതിനുള്ളതാണ്, മറ്റു ശരീരങ്ങളിൽ നിനക്കത് സാധിച്ചിട്ടില്ല. മനുഷ്യ ശരീരത്തിൽ ബോധത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. അതിൽ ഉയരാൻ നമ്മളെ സഹായിക്കുന്നത് ആരാണ്?
ഉയരാൻ നമ്മൾക്ക് തടസ്സം നിൽക്കുന്നത് ആരാണ് എന്നാണ് 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ബന്ധുരാത്മാൻ മനസ്തസ്യ ഏനാത്മൈവ ആത്മനാജിത അനാത്മനസ്തു ശത്രുത്തെ വർത്തൈത് ആത്മൈവ ശത്രുവത്. നമുക്ക് ആത്മീയമായിട്ട് ഉയരാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് ആരാണ്? അത് പുറമേയുള്ള ആരുമല്ല. ആത്മീയമായിട്ട് നമ്മളെ താഴ്ത്തി കൊണ്ടുപോകുന്നത് ആരാണ്? അത് പുറമേയുള്ള ആരുമല്ല. നമ്മളെ ആത്മീയമായിട്ട് ഉയരാൻ സഹായിക്കുന്നത് ആരാണ്? അതും പുറമേയുള്ള ആരുമല്ല. അതാരാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ബന്ധുരാത്മാൻ മനസ്തസ്യ, നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മളെ ഉയരാൻ സഹായിക്കുന്ന ബന്ധു. എങ്ങനെയുള്ള മനസ്സാണ്? ഏനാത്മൈവാത്മനാജിത, നിയന്ത്രിക്കപ്പെട്ട മനസ്സാണ് നമ്മളെ ഉയരാൻ സഹായിക്കുന്നത്. നിയന്ത്രണ വിധേയമായിട്ടുള്ള മനസ്സ് നമ്മളെ ആത്മീയമായിട്ട് ഉയരാൻ വളരെയധികം സഹായിക്കും. അതുകൊണ്ട് നിയന്ത്രിക്കപ്പെട്ട മനസ്സ് നമ്മുടെ ബന്ധുവാണ്, നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ്. ഇനി നമ്മുടെ ശത്രു ആരാണ്? അനാത്മനസ്തു ശത്രുത്തെ വർത്തൈത് ആത്മൈവ ശത്രുവത്. നിയന്ത്രിക്കപ്പെടാത്ത മനസ്സ്, നിയന്ത്രിക്കാൻ സാധിക്കാത്ത മനസ്സാണ് നമ്മളെ ആത്മീയമായിട്ട് ഉയരാൻ സഹായിക്കാത്തത്. ആ മനസ്സ് ഒരിക്കലും നമ്മളെ ആത്മീയമായിട്ട് ഉയരാൻ വിടുകയില്ല. ഭൗതിക വിഷയങ്ങളിൽ തന്നെ നമ്മളെ തളച്ചിടും. അങ്ങനെയുള്ള മനസ്സ് നമ്മളെ ശത്രുവാണ്, ആത്മീയമായിട്ട് ഉയരാൻ നമ്മളെ സഹായിക്കാത്ത ശത്രുവാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മുടെ ബന്ധുവും നമ്മുടെ ശത്രുവും നമ്മുടെ മനസ്സ് തന്നെയാണ്. നിയന്ത്രിക്കപ്പെട്ട മനസ്സ് നമ്മുടെ ബന്ധുവാണ്, നിയന്ത്രിക്കാൻ സാധിക്കാത്ത മനസ്സ് നമ്മുടെ ശത്രുവാണ് എന്നും ഭഗവാൻ പറയും. മനസ്സ് നിയന്ത്രിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? മനസ്സിന് നിയന്ത്രണമുണ്ടോ ഇല്ലയോ എന്നെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അത് എങ്ങനെയാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നമ്മൾക്ക് മനസ്സിൽ വ്യത്യാസം അനുഭവപ്പെടും. ചിതാത്മന പ്രശാന്തസ്യ എന്നാണ് പറയുന്നത്. മനസ്സിനെ നിയന്ത്രിച്ചവന് എപ്പോഴും ശാന്തി ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. പ്രശാന്തസ്യ, പരമാത്മാ സമാഹിത, അദ്ദേഹത്തിന് പരമാത്മാവിൽ നിന്നും നിർദ്ദേശം കേൾക്കാൻ സാധിക്കും. അങ്ങനെയുള്ള മനസ്സാണ് നിയന്ത്രിക്കപ്പെട്ട മനസ്സ് എന്ന് പറയുന്നത്. ആ നിയന്ത്രിക്കപ്പെട്ട മനസ്സിലൂടെ അദ്ദേഹത്തിന് എല്ലാവിധ ജ്ഞാനവും ലഭിക്കും. അങ്ങനെ ആത്മാവിന് സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കും. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച ഒരു വ്യക്തിക്ക് ജ്ഞാനം ആസ്വദിക്കാൻ സാധിക്കും. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം, അത് ശരിയാണ്, ഭഗവാൻ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് ബോധ്യപ്പെടും. അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഭൗതികമായിട്ടുള്ള ലാഭവും നഷ്ടവും ഒന്നും ആ വ്യക്തിയെ അലട്ടുന്നില്ല. സമലോഷ്ടാസ്മ കാഞ്ചന, ലാഭമായാലും നഷ്ടമായാലും ആ വ്യക്തിക്ക് യാതൊരു കുലുക്കവും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. മനസ്സിനെ നിയന്ത്രിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക്. ഇങ്ങനെ മനസ്സിനെ നിയന്ത്രിച്ച് യോഗ പദ്ധതിയിൽ ഉയരും തോറും ആ വ്യക്തിക്ക് വ്യത്യസ്ത നിലവാരങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. ആ വ്യത്യസ്ത നിലവാരങ്ങളെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. സമബുദ്ധി എന്നുള്ള ഒരവസ്ഥ, അതിനെക്കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട് 9ാമത്തെ ശ്ലോകത്തിൽ. സമബുദ്ധി എന്നുള്ള ഒരു അവസ്ഥയിലെത്തും. അവിടെ എന്താണ്? സുഹൃത് മിത്ര ഉദാസീന മധ്യസ്ഥ ദ്വേഷബന്ധുഷു സാധുഷ്വവിചമാവേഷു സമബുദ്ധി വിശിഷ്യത. യോഗയിൽ ഉയരുമ്പോൾ ഒരു വ്യക്തി സമബുദ്ധിയായിട്ട് മാറും. ആ വ്യക്തിക്ക് എല്ലാവരെയും ഒരേപോലെ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. സുഹൃത് മിത്ര ഉദാസീന മധ്യസ്ഥ ദ്വേഷ ബന്ധുഷു. ആ വ്യക്തിക്ക് സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും അല്ലെങ്കിൽ ശത്രുക്കളാണെങ്കിലും മധ്യസ്ഥനാണെങ്കിലും ആരാണെങ്കിലും ഒരേപോലെ തന്നെയാണ്. എല്ലാവരും ഭഗവാന്റെ അംശമാണ്. ആരായാലും അത് ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധത്തിലല്ല അദ്ദേഹം കാണുന്നത്. എല്ലാവരും ഭഗവാന്റെ അംശമാണ് എന്നുള്ള ഒരു ബന്ധത്തിൽ ആ വ്യക്തിക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കാണാൻ സാധിച്ചിട്ടുള്ള വ്യക്തിയാണ് ഭഗവാൻ സമബുദ്ധി എന്ന് വിളിക്കുന്നത്. അത് കുറച്ചുകൂടി ഉയർന്ന തലമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. സമബുദ്ധിർ വിശിഷ്യത. സമബുദ്ധിയായിട്ടുള്ള ഒരു വ്യക്തി, എല്ലാവരെയും ആത്മീയ നിലവാരത്തിൽ കാണാൻ സാധിക്കുന്ന വ്യക്തി ഉയർന്നവനാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യഥാർത്ഥ ജ്ഞാനം ലഭിച്ച വ്യക്തി എല്ലാവരെയും ഒരേപോലെ കാണും. പണ്ഡിത സമദർശിന എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ സമദർശിനെ, പണ്ഡിതനെ കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സമബുദ്ധി, യോഗയിൽ ഉയർന്ന ഒരു വ്യക്തിക്ക് സമബുദ്ധിയായി തീരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം മുതൽ ആക്ച്വലി എങ്ങനെയാണ് ഈ യോഗം ചെയ്യേണ്ടത്, യഥാർത്ഥത്തിൽ ഈ യോഗം ഭഗവാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ധ്യാനയോഗം എങ്ങനെയാണ് പരിശീലിക്കേണ്ടത്, യഥാർത്ഥ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ യോഗയിലൂടെ നമുക്ക് എന്താണ് നേടാൻ സാധിക്കുന്നത്, ഇതൊക്കെ ഭഗവാൻ
പറഞ്ഞു തരുന്നുണ്ട്. പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയും. അതിനുവേണ്ടി ഭഗവാൻ പറയുന്നു 10ാമത്തെ ശ്ലോകത്തിൽ, യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസ്യ സ്ഥിത ഏകാകി യഥചിത്താത്മാ നിരാശി അപരിഗ്രഹം. യോഗ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ത് വേണം? ഒറ്റയ്ക്ക് പോയിട്ട് ഒരു സ്ഥലത്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ന് കാണുന്നത് പോലെ യോഗ ക്ലാസ്സിൽ എല്ലാവരും കൂട്ടം കൂട്ടമായിട്ട് ഇരുന്നിട്ട് എല്ലാവരും വിരിയൊക്കെ വിരിച്ച് എല്ലാവരും ആ വിരിയിൽ ഇരുന്നു കൊണ്ട് എല്ലാവരും കൂട്ടമായിട്ട് ചെയ്യുന്ന യോഗത്തെ കുറിച്ചല്ല ഭഗവാൻ പറയുന്നത്. യഥാർത്ഥ യോഗം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. യഥാർത്ഥ യോഗം എങ്ങനെ ചെയ്യണം? യോഗി യുഞ്ജിത സതതം ആത്മാനം രഹസ്യസ്ഥിത. മറ്റാരും കാണാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കണം. അതുകൊണ്ടാണ് പണ്ടത്തെ ആളുകളൊക്കെ യോഗ ചെയ്യാൻ വേണ്ടി ഹിമാലയ പർവ്വതത്തിലോ ഏതെങ്കിലും ഗുഹയിലോ കാട്ടിലോ ഒക്കെ പോയിട്ട് ആരും കാണാതെ ഇരിക്കുന്നത്. രഹസ്യസ്ഥിത അത് യോഗയുടെ ഒരു മാനദണ്ഡമാണ്. ഒറ്റയ്ക്കിരിക്കണം. ഏകാകി, മറ്റാരും സഹായത്തിനില്ലാതെ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കണം. അപ്പോൾ ആരെ മാത്രം ആശ്രയിക്കും? നിരാശി അപരിഗ്രഹം. മറ്റാരെയും ആശ്രയിക്കാതെ ഭഗവാനെ തന്നെ ആശ്രയിക്കും. അല്ലെ, പൂർണ്ണമായിട്ടും ഭഗവാനെ വിശ്വസിച്ചാണ് യോഗ ചെയ്യുന്നത്. അല്ലാതെ ഒരു അരമണിക്കൂർ യോഗ ക്ലാസ്സിൽ പോയിട്ട് എല്ലാവരും കൂട്ടമായിട്ട് ചെയ്യുന്ന യോഗയെ കുറിച്ചല്ല പറയുന്നത്. അത് യഥാർത്ഥ യോഗയുടെ റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. അതിനുശേഷം എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് പോയിരിക്കണം എന്ന് പറഞ്ഞു. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യം. ശുചിയായിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കണം. ശുചിയായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യങ്ങളൊന്നും ഇല്ലാത്ത, മറ്റുള്ളവരുടെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാത്ത, മറ്റുള്ളവരുടെ ശല്യങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കണം. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ. വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുചിയായിട്ടുള്ള സ്ഥലമാണ്. ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുചിയായിട്ടുള്ള സ്ഥലമാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഒറ്റയ്ക്കിരിക്കണം. സ്ഥിരമാസനമാത്മന. എവിടെയാണ് ഇരിക്കേണ്ടത്? നാത്യുച്ഛ്രിതം നാദിനീചം. അധികം ഉയരമുള്ള സ്ഥലത്ത് കയറി ഇരിക്കരുത്. അതേപോലെ ഏതെങ്കിലും കുഴിയിലും പോയിട്ട് ഇരിക്കരുത്. നാദിനീചം, സമമായിട്ടുള്ള സ്ഥലത്തിരിക്കണം എന്നാണ് പറയുന്നത്. ഏതെങ്കിലും കുഴിയിൽ പോയിട്ട് ഇരിക്കരുത്. അതേപോലെ ഏതെങ്കിലും കുന്നിന്റെ മുകളിൽ പോയിട്ട് ഇരിക്കരുത്. ഏതെങ്കിലും പാറയുടെ മുകളിലൊന്നും പോയിട്ട് ഇരിക്കരുത്. അല്ലെ, യോഗ ചെയ്യുന്ന സമയത്ത് നിരപ്പായിട്ടുള്ള സ്ഥലത്തിരിക്കണം. ആ നിരപ്പായിട്ടുള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം? അവിടെ ശൈലാജിന കുശോത്തരം. ആദ്യം കുശപ്പുല്ല് വിരിക്കണം. അതിന്റെ മുകളിൽ അജിനം, അതായത് മാൻതോൽ വിരിക്കണം. അതിന്റെ മുകളിൽ ചേല, തുണി വിരിക്കണം. ഇങ്ങനെ ഉപവിശ്വാസനെ യുജ്ജൻ ഉദ്യോഗം ആത്മവിശുദ്ധേ. ആത്മവിശുദ്ധിക്ക് വേണ്ടിയാണ് ഞാൻ യോഗ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ആ യോഗ ചെയ്യാൻ ആരംഭിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് യോഗ ചെയ്യാൻ ആരംഭിക്കേണ്ടത്? 13ാമത്തെ ശ്ലോകത്തിലും 14ാമത്തെ ശ്ലോകത്തിലും പറയുന്നുണ്ട്. സമം ഖായ ശിരോഗ്രീവം ധാരയൻ അചലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ചാൻ അവലോകയൻ പ്രശാന്താത്മാ വിഗതഭീർ ബ്രഹ്മചാരി പ്രദേ സ്ഥിത മനഃസംയമ മച്ചിത്തോ യുക്ത ആസീത മത്പര. സമം ഖായ ശിരോഗ്രീവം. കായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം. ആ ശരീരവും അതേപോലെ ശിരസ് തല. അപ്പോൾ ശരീരത്തിലെ ഉടലും ശിരസും ഗ്രീവം കഴുത്തും, ഇത് മൂന്നും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരണം, ഒരു നേർരേഖയിൽ വരണം എന്നാണ് പറയുന്നത്. സമം ഖായ ശിരോഗ്രീവം. ഉടലും കഴുത്തും ശിരസും ഒരേ നേർരേഖയിൽ വരുന്ന രീതിയിൽ ഇരിക്കണം. സ്ഥിരം. ധാരയൻ അചലം സ്ഥിരം. പിന്നെ അനങ്ങരുത്. അചലം. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ പാടില്ല. സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ ഇരിക്കണം. ഇതാണ് ധ്യാനയോഗത്തിനുള്ള ഇരിപ്പിന്റെ പൊസിഷൻ ഭഗവാൻ പറഞ്ഞു തരുന്നത്. എന്നിട്ട് അങ്ങനെ ഇരുന്നതിന് ശേഷം എന്ത് ചെയ്യണം? സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ചാൻ അവലോകയ. സംപ്രേക്ഷ്യ, എന്നിട്ട് നോക്കണം. സംപ്രേക്ഷ്യ, എങ്ങോട്ട് നോക്കണം? നാസികാഗ്രം, നാസികയുടെ അറ്റത്തേക്ക്, മൂക്കിന്റെ അറ്റത്തേക്ക് നോക്കിയിരിക്കണം എന്നാണ് പറയുന്നത്. നാസികാഗ്രം സ്വം. ആരുടെ മൂക്കിന്റെ അറ്റത്തേക്കാണ്? സ്വന്തം മൂക്കിന്റെ അറ്റത്തേക്കാണ് നോക്കിയിരിക്കേണ്ടത്. ദിശശ്ചാൻ അനവലോകയൻ. വേറെ എങ്ങോട്ട് നോക്കരുത് എന്നാണ് പറയുന്നത്. വേറെ ചുറ്റുപാടും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പല
ഇതും ചുറ്റുപാട് സംഭവിക്കുന്നുണ്ടാവും. കാട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ പല ശബ്ദങ്ങളും കേൾക്കും, അല്ലെ? പുറകിൽ ആന വന്നിട്ടുണ്ടോ, പുറകിൽ കടുവ വന്നിട്ടുണ്ടോ, പാമ്പ് വന്നിട്ടുണ്ടോ, എന്താണ് ശബ്ദം കേൾക്കുന്നത് എന്നൊന്നും തിരിഞ്ഞു നോക്കരുത്. എന്തൊക്കെ ശബ്ദം കേട്ടു കഴിഞ്ഞാലും അങ്ങനെ ധൈര്യപൂർവം ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇരിക്കണം എന്നാണ് പറയുന്നത്. വിഗത ഭീർ, ഭയമില്ലാതെ ബ്രഹ്മചാരി പ്രദേശസ്ഥിത. ഒരു ബ്രഹ്മചാരിക്കൊക്കെ അങ്ങനെ ഇരിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ബ്രഹ്മചാരി വ്രതത്തിലാണെങ്കിൽ ആ വ്യക്തിക്ക് ധൈര്യമായിട്ട് അങ്ങനെ എന്ത് ശബ്ദം കേട്ടു കഴിഞ്ഞാലും അനങ്ങാതെ ഇരിക്കാൻ സാധിക്കും എന്ന് പറയും. അപ്പോൾ ഈ യഥാർത്ഥ ധ്യാനം അത്ര എളുപ്പമല്ല എന്ന് ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥ ധ്യാനയോഗം ഇന്നത്തെ കാലത്ത് കലിയുഗത്തിൽ അത്ര എളുപ്പമല്ല, അല്ലെ? കലിയുഗത്തിൽ എല്ലാവരുടെയും മനസ്സ് അസ്വസ്ഥമാണ്. അതുകൊണ്ട് അത് അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഇരുന്ന് ഭഗവാനെ ധ്യാനിക്കുകയാണെങ്കിൽ അവസാനം ആ വ്യക്തിക്ക് ഭഗവാനെ കാണാനും യുഞ്ജന്നേവം സദാത്മാനം യോഗി നിയതമാനസ ശാന്തിം നിർവാണ പരമം സംസ്ഥാൻ അധിഗച്ഛതി. ഈ ഒരു ധ്യാനയോഗത്തിലൂടെ പരമാത്മാവിനെ പ്രാപിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ പരമാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ യോഗത്തിന്റെ ലക്ഷ്യം. അല്ലാതെ എന്താണ് ആരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തിനോ മാനസികമായിട്ടുള്ള ഉണർവിനോ ഒന്നുമല്ല യോഗം പ്രാക്ടീസ് ചെയ്യുന്നത്. പരമാത്മാവിനെ കാണാൻ സാധിക്കണം, അതാണ് യഥാർത്ഥ യോഗയുടെ ഉദ്ദേശം. യഥാർത്ഥ യോഗ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഭഗവാൻ പറഞ്ഞു. ആർക്കാണ് യോഗ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് 16ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നാത്യസ്നതസ്തു യോഗോസ്തി നൈകാന്ത അനസ്നത നജാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർത്തിന. തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരാൾക്ക്, അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്ക്, നജാതി സ്വപ്നശീലസ്യ ഒരുപാട് കിടന്നുറങ്ങുന്ന ഒരാൾക്ക്, ജാഗ്രതോ നൈവ ചാർജന തീരെ ഉറങ്ങാത്ത ഒരു വ്യക്തിക്ക്, ഇവർക്കൊന്നും യോഗയിൽ വിജയിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാത്തിലും ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കണം. ഉറക്കത്തിൽ, ഭക്ഷണത്തിലൊക്കെ നിയന്ത്രണം പാലിക്കുന്ന വ്യക്തിക്കാണ് യോഗയിൽ വിജയിക്കാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖ. യോഗയിൽ വിജയിക്കാൻ സാധിക്കണമെങ്കിൽ ഉറക്കം കൃത്യമായിരിക്കണം, ആഹാരശീലങ്ങൾ കൃത്യമായിരിക്കണം, അതേപോലെ അദ്ദേഹത്തിന്റെ വ്യവഹാരവും കൃത്യമായിരിക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ആഹാരത്തിലും ഉറക്കത്തിലും നിയന്ത്രണം പാലിച്ചാൽ തന്നെ ആ വ്യക്തിക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല, ആ വ്യക്തിക്ക് എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്നാണ് പറയുന്നത്. ആഹാരത്തിലും ഉറക്കത്തിലും നിയന്ത്രണം പാലിക്കാത്തത് കൊണ്ടാണ് എല്ലാവർക്കും ദുഃഖങ്ങൾ, രോഗങ്ങളൊക്കെ അനുഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ആ ഒരു യോഗാവസ്ഥയിൽ ഇരുന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഭഗവാൻ പറയുന്ന ഓരോ സ്റ്റെപ്പായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. ഒരു വ്യക്തി എങ്ങനെയാണ് ഉയരുന്നത്? ആദ്യം എന്ത് സംഭവിക്കും? ആ വ്യക്തിയുടെ മനസ്സ് ഇളകാത്തതായിട്ട് മാറും. ചുറ്റുപാടും എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഒരേ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇളകാത്ത മനസ്സിന് ഉടമസ്ഥനായിട്ട് മാറും എന്ന് പറയുന്നു. യഥാ ദീപോ നിപാതസ്ഥോ നേകതേ സോപമാ സ്മൃത. കാറ്റു തട്ടാത്തൊരു സ്ഥലത്ത് ഒരു ദീപം വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ സ്റ്റഡിയായിട്ട് അങ്ങനെ മുകളിലേക്ക് പോകുന്നത് കാണാം. നേരെ ഇളകാതെ മുകളിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ മനസ്സും ഇളകാത്തതായിട്ട് മാറും എന്ന് പറയും. ആ ഇളകാത്ത മനസ്സിനെയാണ് നിരുദ്ധം എന്ന് പറയുന്നത്. ചിത്തം നിരുദ്ധം, നിരുദ്ധമായിട്ടുള്ള മനസ്സ്, നിയന്ത്രിക്കപ്പെട്ട മനസ്സ്. ആ നിയന്ത്രിക്കപ്പെട്ട മനസ്സുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? എത്ര ജൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി. ആ നിയന്ത്രിക്കപ്പെട്ട മനസ്സുകൊണ്ട് ആ വ്യക്തിക്ക് തന്നെയും തൻ്റെ ഉള്ളിലുള്ള പരമാത്മാവിനെയും കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. തൻ്റെ ഹൃദയത്തിൽ ഭഗവാന്റെ രൂപം ദർശിക്കാൻ ആ യോഗിക്ക് സാധിക്കും. ഇതാണ് യോഗയുടെ ഉദ്ദേശം. ഭഗവാന്റെ രൂപം ദർശിക്കാൻ സാധിക്കണം യോഗിക്ക്. അതാണ് യോഗയുടെ വിജയം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കുറെ കാലം മടക്കി വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ശ്വാസം വലിച്ചത് കൊണ്ടോ യോഗയിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല. യോഗയുടെ വിജയം എന്താണ്? എത്ര ജൈവാത്മനാത്മാനം പശ്യൻ ആത്മനി തുഷ്യതി. പശ്യൻ, അദ്ദേഹത്തിന് ഹൃദയത്തിൽ ഭഗവാന്റെ രൂപം, വിഷ്ണുവിന്റെ രൂപം കാണാൻ സാധിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് വലിയ ആനന്ദമുണ്ടാവും, വലിയ
അനുഭൂതി, ആത്മീയമായിട്ടുള്ള അനുഭൂതി ഉണ്ടാകും. വലിയ സുഖം, വലിയ സന്തോഷം അദ്ദേഹത്തിന് അനുഭവപ്പെടാം. സുഖം ആത്യന്തികം യത്ത ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം. പുറമേ ഉള്ള ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. ആത്മീയമായിട്ടുള്ള ബുദ്ധി കൊണ്ടാണ് ഇത് മനസ്സിലാകുന്നത്. അപ്പോൾ വ്യക്തിക്ക് ഭഗവാന്റെ അനുഭവം ഉണ്ടാകും. ഇതിലും വലിയൊരു നേട്ടമില്ല എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു നേട്ടം. എനിക്ക് വലിയ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്, ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നുണ്ട്, ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള രൂപം ദർശിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ സന്തോഷമാകും. ഇതിനേക്കാൾ ഉപരിയായിട്ട് എനിക്കൊന്നും നേടാനില്ല. അല്ലെ, ധ്രുവ മഹാരാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ രൂപം കണ്ട സമയത്ത്, ഞാൻ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്, എനിക്ക് ഭഗവാനെ കണ്ടതുകൊണ്ട് തന്നെ എല്ലാം നേടാൻ സാധിച്ചു, ഇനി ഇതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള വലിയ അനുഭൂതി, വലിയ ആനന്ദം, സുഖം ആത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം. അത്യധികമായിട്ടുള്ള സുഖം, ആനന്ദം അനുഭവിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കും. അതിനേക്കാൾ ഉപരിയായിട്ട് ഒന്നുമില്ല എന്നും ആ വ്യക്തിക്ക് ബോധ്യപ്പെടും. യം ലബ്ധാ ചാപരം ലാഭം മറ്റേതേനാധികം, ഇതിനേക്കാൾ ഉപരിയായിട്ടൊന്നും എനിക്ക് നേടാനില്ല എന്ന് വിചാരിക്കും. യസ്മിൻ സ്ഥിതോന ദുഃഖേന ഗുരുണാഭി വിചാലത. ഈ ഒരു അനുഭവം ഉണ്ടായ വ്യക്തിക്ക് പിന്നീട് ഭൗതികതയിലേക്ക് വീണ്ടും വീണു പോകേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. സ്ഥിതചലതി തത്വത. സത്യത്തിൽ നിന്ന്, പരമസത്യത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഭഗവാന്റെ അനുഭവം ഉണ്ടായി. അപ്പൊ വേറെ ആളുകൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ വ്യക്തിക്ക് വ്യതിചലനം ഉണ്ടാവില്ല. ഭഗവാൻ ഇല്ല, അല്ലെങ്കിൽ ഭഗവാൻ ഉണ്ട് എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന് യാതൊരു കുലുക്കം ഉണ്ടാവില്ല. കാരണം എന്താണ്? ഇദ്ദേഹത്തിന് നേരിട്ട് അനുഭവപ്പെട്ടു, ഇദ്ദേഹത്തിന് നേരിട്ട് ഭഗവത് അനുഭൂതി ഉണ്ടായി. പിന്നെ മറ്റുള്ളവർ പറഞ്ഞത് കൊണ്ട് എന്താണ് പ്രയോജനം? അപ്പോൾ വീണ്ടും ഭൗതികതയിലേക്ക്, ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം വീണ്ടും താഴ്ന്നു പോകുന്നില്ല എന്നാണ് പറയുന്നത്. വ്യക്തി എത്ര നൈവായം സ്ഥിതസ്ഥലതി തത്വത. ആ പരമസത്യത്തിൽ നിന്ന് ഒരിക്കലും താഴോട്ട് പിന്നീട് പോകേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതേപോലെ വലിയ വലിയ ദുഃഖങ്ങൾ ജീവിതത്തിൽ പിന്നീട് വന്നാലും അദ്ദേഹത്തിന് അത് ബാധിക്കുന്നില്ല എന്ന് പറയും. അതൊക്കെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളാണ്, അതൊന്നും ജീവനെ ബാധിക്കാത്തതാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടും. യസ്മിൻ സ്ഥിതോന ദുഃഖേന ഗുരുണാഭി വിചാലത. വലിയ വലിയ ദുഃഖങ്ങൾ വന്നാൽ പോലും ആ വ്യക്തി അതൊന്നും ബാധിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് ആ ഭഗവത് അനുഭൂതി കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ ആ വ്യക്തിക്ക് അപ്പോൾ ഈ ഒരു യോഗ പദ്ധതിയിലേക്ക് ഉയരേണ്ടത് ഒറ്റയടിക്കല്ല എന്നും ഭഗവാൻ പറയുന്നുണ്ട്. ഇന്ന് ഞാൻ യോഗ ചെയ്ത് നാളെ തന്നെ ഈശ്വര സാക്ഷാത്കാരം നേടും, അല്ലെങ്കിൽ ഭഗവത് സാക്ഷാത്കാരം നേടും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതിന് ഒരുപാട് കാലത്തെ പരിശീലനം വേണം എന്നാണ് പറയുന്നത്. അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട് കർദമ മഹർഷിയൊക്കെ 10,000 വർഷം ധ്യാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ വാൽമീകി, രത്നാകരൻ 60,000 വർഷം ധ്യാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരൊറ്റയടിക്ക്, ഒറ്റ ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട്, ഒരു വർഷം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. ചിലപ്പോൾ ജന്മങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യം ഭഗവാൻ പറയുന്നുണ്ട്. ശനൈ ശനൈ ഉപരമേ ബുദ്ധ്യാതൃതി ഗൃഹീതയാ. ശനൈ ക്രമേണ പടിപടിയായിട്ടാണ് ഒരു വ്യക്തിയുടെ ആ വിശ്വാസം, ദൃഢവിശ്വാസം ഉയരുന്നത്. അതേപോലെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്, മനസ്സിൽ ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നതൊക്കെ ക്രമേണയാണ്. ക്രമേണയുള്ള സാക്ഷാത്കാരമാണ്. ഒറ്റയടിക്ക് ഇതെല്ലാം സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി മനസ്സാണെങ്കിൽ പെട്ടെന്ന് നിയന്ത്രിക്കപ്പെടുമെന്ന് നമ്മൾ വിചാരിക്കരുത്. അല്ലെ, എന്റെ മനസ്സൊക്കെ നിയന്ത്രിതമായി, ഇനി എനിക്ക് തെറ്റായിട്ടുള്ള ചിന്താഗതിയൊന്നുമില്ല, അങ്ങനെയും നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചഞ്ചലമാണ്, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോൾ അങ്ങനെ പോയാലും നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും അതിനെ തിരിച്ചു കൊണ്ടുവരണം, ഭഗവാന്റെ ചിന്തകളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അതിനാണ് അഭ്യാസം എന്ന് പറയുന്നത്. യഥോ നിശ്ചലതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തോ നിയമേത് ആത്മന്യേവ വശം നയ. അപ്പൊ ഒരു യോഗിയുടെ, ഒരു സാധകന്റെ ഡ്യൂട്ടി എന്താണ്? മനസ്സ് പുറത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പക്ഷെ അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു സാധകൻ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്.
ഇങ്ങനെ ചെയ്തു പോന്നു കഴിഞ്ഞാൽ മനസ്സ് നിയന്ത്രിതമാവുകയും ആ വ്യക്തിക്ക് ഭഗവാനെ കാണാൻ സാധിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശൻ. എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നതായിട്ടും എല്ലാവരും ഭഗവാനിൽ ഇരിക്കുന്നതായിട്ടും ആ വ്യക്തിക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എല്ലായിടത്തും ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കും. യോമാം പശ്യതി സർവത്ര. ഒരു വ്യക്തിക്ക് എല്ലായിടത്തും ഭഗവാന്റെ സാന്നിധ്യം അനുഭവപ്പെടാൻ സാധിക്കും. എല്ലാ ജീവജാലങ്ങളിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. എൻ്റെ ഹൃദയത്തിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്, എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാൻ ദൂരെ എവിടെയുമല്ല, ഭഗവാൻ എല്ലായിടത്തുമുണ്ട് എന്ന വ്യക്തിക്ക് ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരിക്കലും ഭഗവാനെ നഷ്ടപ്പെടുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇത് ബോധ്യപ്പെട്ട ഒരു വ്യക്തിക്ക് ഭഗവാനെ നഷ്ടപ്പെടുന്നില്ല, ഭഗവാനും ആ വ്യക്തിയെയും നഷ്ടപ്പെടുന്നില്ല എന്ന് ഭഗവാൻ 30ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. യോമാം പശ്യതി സർവത്ര സർവം ച മൈ പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സജമേ ന പ്രണശ്യതി. യോഗയിൽ ഭഗവത് അനുഭൂതി ലഭിച്ച, ഭഗവാനെ ദർശിക്കാൻ ലഭിച്ച വ്യക്തിക്ക് എല്ലായിടത്തും ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. ആ വ്യക്തി ഒരിക്കലും ഭഗവാന് നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതൊക്കെ കേട്ട സമയത്ത് അർജുനൻ ഒരു കമന്റ് പറഞ്ഞു. ഈ ഒരു യോഗ പദ്ധതിയെ കുറിച്ച് അർജുനന്റെ അഭിപ്രായം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? യോയം യോഗസ്ത്വയാ പ്രോക്ത. 33ാമത്തെ ശ്ലോകത്തിൽ അർജുനന്റെ അഭിപ്രായം ഈ യോഗ പദ്ധതിയെ കുറിച്ച് പറയുകയാണ്. യോയം യോഗസ്ത്വയാ പ്രോക്ത. അങ്ങ് പറഞ്ഞിട്ടുള്ള ഈ യോഗ പദ്ധതി ഉണ്ടല്ലോ, ഈ ഒരു ധ്യാനയോഗം, കാട്ടിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കണം, ശരീരവും ശിരസ്സും കഴുത്തുമൊക്കെ ഒരേ നേർരേഖയിൽ വെക്കണം, പിന്നീട് സംപ്രേഷ്യ നാസികാഗ്രം, മൂക്കിന്റെ അറ്റത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കണം, എന്തൊക്കെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അനങ്ങാൻ പാടില്ല, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണം ഒരുപാട് കാലം, അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു യോഗ പദ്ധതി, ധ്യാനയോഗം, അത് വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് അർജുനൻ പറഞ്ഞിട്ടുള്ളത്. സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാ സ്ഥിതിം സ്ഥിരാം. എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഭഗവാനെ എന്ന് തുറന്നു പറഞ്ഞു. അല്ലെ, അർജുനൻ ഒരിക്കലും ഭഗവാൻ പറഞ്ഞത് അതേപടി തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ടില്ല. അർജുനന് പറ്റാത്ത കാര്യം അർജുനൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അല്ലെ, ഇത് ഭഗവാനാണല്ലോ പറയുന്നത്, അതുകൊണ്ട് ഞാൻ എല്ലാം ശരി ശരി എന്ന് പറഞ്ഞ് കേട്ടേക്കാം, പിന്നെ ചെയ്യാതിരുന്നാൽ പോരെ എന്നല്ല അർജുനൻ പറഞ്ഞത്. അർജുനൻ ഒരു യഥാർത്ഥ മറയില്ലാത്ത ശിഷ്യനായതുകൊണ്ട് കാര്യങ്ങൾ മറച്ചു വെക്കാതെ തുറന്നു പറഞ്ഞു, എനിക്കത് സാധിക്കുമെന്ന് തോന്നുന്നില്ല ഭഗവാനെ. ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാ സ്ഥിതിം സ്ഥിരം. എന്റെ മനസ്സ് ഇത്രയൊന്നും നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല, അത് വളരെയധികം ചഞ്ചലമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് വേണമെങ്കിൽ വായുവിനെ തടഞ്ഞു നിർത്താൻ സാധിക്കും എന്നാണ് അർജുനൻ പറയുന്നത്. തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം ചഞ്ചലം ഹി മനകൃഷ്ണ. മനസ്സ് അത്രയും ചഞ്ചലമാണ്, എനിക്ക് വായുവിനെ ചിലപ്പോൾ നിയന്ത്രിക്കാൻ സാധിക്കും, പക്ഷേ ആ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് ശരിയാണ്, അസംശയം മഹാബാഹോ, അത് നീ പറഞ്ഞത് ശരി തന്നെയാണ്. മനോ ദുർനിഗ്രഹം ചലം, മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. അത് ഭഗവാനും അംഗീകരിച്ചു. പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും? അഭ്യാസേനത് കൗന്ദേയം, അഭ്യാസം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും സാധിക്കുമെന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേണച്ച ഗൃഹ്യതേ എന്ന് പറയും. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതിനുശേഷം ഭഗവാൻ ഒരു കമന്റ് പറയുന്നു. എന്താണ് ഭഗവാൻ പറയുന്നത്? അസംയതാത്മനാ യോഗോ ദുഷ്പ്രാപ ഇതിമേ മതി പശ്ചാത്മനാതു യഥതാ ശക്യോ അവാപ്തും ഉപായത. നിയന്ത്രണമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ യോഗയിൽ വിജയിക്കാൻ സാധിക്കില്ല. മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യോഗ പദ്ധതിയിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ എന്നും ഭഗവാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം കലിയുഗത്തിൽ നമ്മൾക്ക് ഈ ഒരു ധ്യാനയോഗത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെ, ആർക്കും ഒറ്റയ്ക്ക് കാട്ടിൽ പോയിട്ട് ഇരിക്കാനോ ഒറ്റയ്ക്ക് തപസ് ചെയ്യാനോ ഒന്നുമുള്ള ധൈര്യമോ അതിനുള്ള സാഹചര്യമോ ഒന്നും അല്ല ഇന്നത്തെ കാലത്തുള്ളത്.
അപ്പൊ കലിയുഗത്തിൽ നമ്മൾക്കുള്ള യോഗം എന്താണ്? ഭഗവാന്റെ നാമജപമാണ്. നാമജപത്തിലൂടെ നമ്മൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. അപ്പോൾ അർജുനൻ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ ഒരു യോഗ പദ്ധതിയിൽ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ആത്മീയ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സമയം ചെലവഴിച്ചു, അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ചു. അപ്പോൾ പകുതി വെച്ച് അദ്ദേഹത്തിന് അത് നിർത്തിപ്പോകേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ എന്താണ്? യോഗയിൽ പരാജയപ്പെട്ട അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, ആത്മീയമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, അതിനുവേണ്ടി സമയം ചെലവഴിച്ചു, സാധനങ്ങളൊക്കെ ചെയ്തു, ഭഗവാന്റെ നാമം ജപിച്ചു. എന്നിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് അതിൽ പരാജയപ്പെടേണ്ടി വന്നു, അത് നിർത്തേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് രണ്ടും നഷ്ടപ്പെട്ടു പോകില്ലേ? അദ്ദേഹത്തിന് ആത്മീയമായിട്ട് ഉയരാനും സാധിച്ചില്ല, ആ സമയം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാനും സാധിച്ചില്ല. അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണത്വം. ആ വ്യക്തി ഒരിടത്തും സ്ഥാനമില്ലാതെ, ഭൗതികമായിട്ടുള്ള നേട്ടവുമില്ലാതെ ആത്മീയമായിട്ടുള്ള നേട്ടവുമില്ലാതെ, രണ്ടിലുമില്ലാത്ത ഒരു നഷ്ടപ്പെട്ടവനായി പോകില്ലേ എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. ഈ ഒരു സംശയത്തിന് ഉത്തരം തരണമെന്ന് അർജുനൻ ചോദിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നത് എന്താണ്? 40ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ സാധകന്മാർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഉത്തരം പറയുന്നുണ്ട്. ഭഗവാൻ പറയുന്നു, പാർത്ഥ നൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യതേ നഹി കല്യാണകൃത് ദുർഗതി സാധ ഗച്ഛതി. ആത്മീയമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി ഏതൊരു വ്യക്തിയാണോ പരിശ്രമിക്കുന്നത്, ആ വ്യക്തിക്ക് ഒരിക്കലും ദുർഗതി ഉണ്ടാകുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരു മനുഷ്യൻ ഏറ്റവും ചെയ്യേണ്ട കാര്യമാണ് ആത്മീയമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം. അതാരാണോ ചെയ്യാൻ ശ്രമിക്കുന്നത്, കല്യാണകൃത്, അത് ഏറ്റവും മംഗളകരമായിട്ടുള്ള പ്രവർത്തനമാണ്. അതിനുവേണ്ടി ഉദ്യമിക്കുന്നത് തന്നെ, ശ്രമിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇത് നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാൻ. കുറച്ചെങ്കിലും ഭഗവാന്റെ സേവനത്തിലേക്ക്, ഭക്തിയുത സേവനത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ വ്യക്തിക്ക് നഷ്ടമുണ്ടാകുന്നില്ല, വലിയ ലാഭമാണ് ഉണ്ടാകുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർജുനോടും ഭഗവാൻ പറഞ്ഞു, യോഗ പദ്ധതിയിൽ വന്ന് അല്ലെങ്കിൽ ഭഗവാന്റെ സേവനത്തിൽ വന്ന്, സാധനയിലൊക്കെ വന്ന്, നാമജപത്തിലേക്കൊക്കെ വന്ന് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തും അതിൽ പിന്നീട് അത് തുടരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും നഷ്ടമില്ല. നഹി കല്യാണകൃത് ദുർഗതിം സാധഗച്ഛതി. ആ ഒരു കാര്യം, അന്നത്തെ സേവനം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. കുറച്ചു കാലം ഭഗവത് സേവനമൊക്കെ ചെയ്ത് യോഗ പദ്ധതിയിൽ മുന്നോട്ട് പോയി യോഗഭ്രഷ്ടനായിട്ടുള്ള വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് 41ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വാ ശാശ്വതീ സമ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ അഭിചായതേ. അദ്ദേഹം ചെയ്ത ആ ഭഗവത് സേവനം കൊണ്ട്, പൂർത്തിയല്ലാത്ത ഭഗവത് സേവനം, പൂർത്തീകരിച്ച ഭഗവത് സേവനമാണെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും. പക്ഷെ പൂർത്തീകരിക്കാത്തത് കൊണ്ട് അദ്ദേഹം എങ്ങോട്ട് പോകും? പ്രാപ്യ പുണ്യകൃതാം ലോകാൻ, പുണ്യാത്മാക്കൾ വസിക്കുന്ന ഉന്നത ലോകങ്ങളിലേക്ക്, സ്വർഗീയ ലോകങ്ങളിലേക്ക്, അതുമല്ലെങ്കിൽ സത്യലോകം, സിദ്ധലോകം, മഹർലോകം, തപലോകം തുടങ്ങിയിട്ടുള്ള പുണ്യാത്മാക്കൾ വസിക്കുന്ന ആ ഉയർന്ന ലോകങ്ങളിലേക്ക് പോയി അവിടെ ശാശ്വതീസമ ഒരുപാട് കാലം അവിടെ ജീവിക്കാൻ സാധിക്കും. അതിനുശേഷം ആ പുണ്യമൊക്കെ തീരുന്ന സമയത്ത് ക്ഷീണേ പുണ്യം മർത്യലോകം വിശന്തി, തിരിച്ച് മർത്യലോകത്തിലേക്ക് തന്നെ വരും. ആ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിചാരേ. നല്ല ഉന്നത തരത്തിലുള്ള കുടുംബങ്ങളിൽ ഭഗവാനിൽ വിശ്വാസമുള്ള, അതേപോലെ സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്ന നിലവാരത്തിലുള്ള, ശ്രീമതാം ഗേഹേ ഉയർന്ന സാമ്പത്തിക നിലവാരത്തിലുള്ള, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത നല്ല കുടുംബത്തിൽ വന്ന് ജനിക്കാനുള്ള അവസരം ഉണ്ടാകും. അതുകൊണ്ട് യോഗിക്ക് ഒരു നഷ്ടമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി അതല്ല, യോഗ പദ്ധതി ചെയ്തു അവസാന നിമിഷം പൂർത്തീകരിക്കാൻ കുറച്ചു മാത്രം ബാക്കിയുള്ള സമയത്ത് ഒരു വ്യക്തി യോഗഭ്രഷ്ടനായി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമത. ആ വ്യക്തി ഭക്തന്മാരുടെ കുടുംബത്തിൽ വന്ന് ജനിക്കും, അതീന്ദ്രിയ ജ്ഞാനികളുടെ കുടുംബത്തിൽ വന്ന് ജനിക്കും എന്നാണ് പറയുന്നത്. നേരിട്ട് ഭഗവാന്റെ ഭക്തി ചെയ്യാനുള്ള അവസരം, ചെറുപ്പം മുതലേ ഭഗവാന്റെ ഭക്തി ചെയ്യാനുള്ള അവസരം അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ലഭിക്കും. അത് വളരെ ദുർലഭമായിട്ടുള്ള ആ ഒരു അവസരം ആ യോഗഭ്രഷ്ടന് ലഭിക്കും എന്നാണ് പറയുന്നത്.
അതുകൊണ്ട് കുറച്ചെങ്കിലും യോഗ പദ്ധതിയിൽ ഉയരുന്നത് കൊണ്ട് യാതൊരു നഷ്ടവുമില്ല. ആ വ്യക്തിക്ക് ഒരിക്കലും താഴോട്ട് പോകേണ്ട ആവശ്യമില്ല. താഴ്ന്ന ലോകങ്ങളിലേക്കോ നരകത്തിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഉയർന്ന ലോകങ്ങളിൽ സുഖമായി ജീവിച്ച് പിന്നീട് താഴോട്ട് വന്ന് മനുഷ്യജന്മം തന്നെ ലഭിച്ച് ഭക്തി ചെയ്ത് തിരിച്ചു പോകാനുള്ള അവസരം ഭഗവാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഹൃദയത്തിലിരുന്നു കൊണ്ട് ഭഗവാൻ തന്നെ പൂർവജന്മത്തിലെ കാര്യങ്ങൾ തുടർന്ന് ചെയ്യാനുള്ള ഒരു ഓർമ്മശക്തി ഭഗവാൻ കൊടുക്കുമെന്നാണ് പറയുന്നത്. പൂർവാഭ്യാസേന തേനൈവ പ്രിയദേഹി അവശോഭിസഹ ജിജ്ഞാസുരഭിയോഗസ്യ ശബ്ദബ്രഹ്മാദി വർത്തതേ. പ്രയത്നാദ്യതമാനസ്തു യോഗി സംശുദ്ധ കിൽബിഷ അനേക ജന്മ സംസിദ്ധ തതോയാതി പരാങ്കതി. അപ്പോൾ ആർക്കെങ്കിലും യോഗ പദ്ധതിയിൽ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പൂർവ്വജന്മത്തിൽ അവരെന്തൊക്കെയോ യോഗ പദ്ധതിയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ജന്മത്തിലും അവർക്ക് അതിലേക്ക് താല്പര്യം, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനും അതറിയാനും അത് പരിശീലിക്കാനും ഒക്കെ താല്പര്യം ഉണ്ട് എന്നതിന്റെ അർത്ഥം പൂർവ്വജന്മങ്ങളിലും അതൊക്കെ പരിശീലിച്ചിട്ടുണ്ട്, പക്ഷെ പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അതിൽ പെട്ടെന്ന് തന്നെ താല്പര്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ യോഗയിൽ എത്രയാണോ നമ്മൾ ഉന്നമനം നേടുന്നത്, പുരോഗതി പ്രാപിക്കുന്നത്, അതൊരിക്കലും ഒരു ജന്മത്തിൽ നഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അതിന്റെ ബാക്കി മാത്രം അടുത്ത ജന്മത്തിൽ ചെയ്താൽ മതി. എത്രയാണോ ഇനി പൂർത്തീകരിക്കാനുള്ളത് അത് മാത്രം ചെയ്താൽ മതി. ഭൗതിക കാര്യങ്ങൾ അങ്ങനെയല്ല. ഭൗതിക നേട്ടങ്ങളൊക്കെ ഒരു ജന്മത്തിൽ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. ഈ ജന്മത്തിൽ നമ്മൾ കലക്ടർ ആണെങ്കിൽ അടുത്ത ജന്മത്തിൽ വീണ്ടും നമ്മൾ കലക്ടറായിട്ട് ജനിക്കുന്നില്ല. വീണ്ടും നഴ്സറിയിൽ പഠിച്ച് 1ാം ക്ലാസ് 2ാം ക്ലാസ് അങ്ങനെ പോകണം. പക്ഷെ ആത്മീയമായിട്ടുള്ള ഉയർച്ച അങ്ങനെയല്ല. എത്രത്തോളം നമ്മൾ പുരോഗതി ഈ ജന്മത്തിൽ പ്രാപിച്ചോ നേടിയിട്ടുണ്ടോ അതിന്റെ ബാക്കി അടുത്ത ജന്മത്തിൽ തുടർന്നാൽ മതി എന്നുള്ളതാണ് ഈ യോഗ പദ്ധതിയുടെ സവിശേഷത. അതുകൊണ്ട് അതൊരിക്കലും നഷ്ടമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും യോഗ പദ്ധതി ചെയ്യുക, അല്ലെങ്കിൽ ഭഗവാന്റെ സേവനത്തിലേക്ക് വരിക എന്നാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. അത് മറ്റെല്ലാ പ്രവർത്തികളെക്കാളും ഉപരിയാണ് എന്ന് ഭഗവാൻ 46ാമത്തെ ശ്ലോകത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. തപസ്വിഭ്യേ അധികോ യോഗി ജ്ഞാനിഭ്യോ അഭിമാദോധിക കർമ്മിഭ്യശ്ചാധികോ യോഗി തസ്മാത് യോഗി ഭവാർജുന. വളരെ കഠിനമായിട്ടുള്ള ഒരു തപസ് ചെയ്യുന്ന വ്യക്തിയേക്കാൾ ഉന്നതനാണ് യോഗി. യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ. തപസ് ചെയ്യുന്നവനേക്കാൾ ഉന്നതനാണ് യോഗി. ജ്ഞാനിഭ്യോഭിമാദോധിക, പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിക്കുന്ന, വേദങ്ങളൊക്കെ പഠിക്കുന്ന ജ്ഞാനിയേക്കാൾ ഉന്നതനാണ് ഭഗവാന് സേവനം ചെയ്യുന്ന ഒരു യോഗി. കർമ്മിഭ്യശ്ചാധികോ യോഗി, കർമ്മമാർഗം, യജ്ഞങ്ങള് കർമ്മങ്ങള് ഒക്കെ ചെയ്യുന്ന വ്യക്തിയേക്കാൾ ഉപരിയാണ് ഭഗവാന് നേരിട്ട് സേവനം ചെയ്യുന്ന, ഭക്തി യോഗം ചെയ്യുന്ന യോഗി എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി വ്യത്യസ്ത നിലവാരത്തിലുള്ള യോഗികളുണ്ട്. ധ്യാനയോഗി, ജ്ഞാനയോഗി, ഭക്തിയോഗി എന്ന് പറഞ്ഞിട്ടുള്ള വ്യത്യസ്ത നിലവാരത്തിലുള്ള യോഗികളുണ്ട്. ആ യോഗികളിൽ വെച്ച് ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗി ആരാണ് എന്നാണ് അവസാനത്തെ ശ്ലോകത്തിൽ, 47ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പ്രഖ്യാപിക്കുന്നത്. യോഗിനാമപി സർവേഷാം മദ്ഗതേൻ അന്തരാത്മന ശ്രദ്ധാവാൻ വചതയോ മാം സമയയുക്തതമോ മത. ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗി ആരാണെന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. അതാരാണ്? യോഗിനാമപി സർവേഷാം, വ്യത്യസ്ത തരത്തിലുള്ള യോഗിമാരിൽ ആരാണോ ഭഗവാനെ കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നത്. മദ്ഗതേന അന്തരാത്മന, എപ്പോഴും ഭഗവാനെ കുറിച്ച്. മദ്ഗതേന, ഭഗവാൻ തന്നെ പറയാണ്, എന്നെ കുറിച്ച് ആരാണോ എപ്പോഴും ഉള്ളിൽ ചിന്തിക്കുന്നത്, ഭഗവാനെ സ്മരിക്കുന്നത്. അതേപോലെ ശ്രദ്ധാവാൻ, ആർക്കാണോ ഭഗവാനിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുള്ളത്, ശ്രദ്ധയോടുകൂടി ഭജതേ, ഭഗവാനെ ഭജിക്കുന്നത്. യോ മാം സമയയുക്തതമോ മത, ആ യോഗിയാണ് ഏറ്റവും ഉത്തമനായിട്ടുള്ള യോഗി എന്ന് പറയുന്നത്. അപ്പൊ ഭക്തിയോഗി, ഭഗവാനെ നിരന്തരം ധ്യാനിക്കുന്ന, ഭഗവാനെ സേവിക്കുന്ന, ഭഗവാനിൽ വിശ്വാസമർപ്പിച്ച് ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കുന്ന. ഭജതേ, ഭജതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിക്കുക. ഭഗവാനെ സേവിക്കുന്നത് ആരാണ്? ഭഗവാന്റെ ഭക്തന്മാരാണ്. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാരാണ് ഏറ്റവും ഉന്നതരായിട്ടുള്ള യോഗികൾ എന്ന് ഭഗവാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. കാരണം എന്താണ്? മറ്റെല്ലാ യോഗ പദ്ധതികളിലൂടെയും അവസാനം നമ്മൾ ഭഗവാനെ അറിഞ്ഞ് ഭഗവാനെ സേവിക്കാൻ തുടങ്ങണം.
അതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള യോഗ പദ്ധതി അല്ലെ. ബഹുനാം ജന്മനാമത്തെ ജ്ഞാനവാൻ മാപ്രപദ്ധതി. ജ്ഞാനവാനാണെങ്കിലും അവസാനം ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാനെ സേവിക്കാൻ തുടങ്ങണം. അതാണ് യോഗയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥ എന്ന് പറയും. അപ്പം യഥാർത്ഥത്തിൽ ധ്യാനയോഗത്തെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നതെങ്കിലും ഭക്തിയോഗത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഭഗവാൻ അവസാനിപ്പിക്കുന്നത്. ഇനി എങ്ങനെ ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കാം? ഭക്തിയോഗത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഭഗവാനെ കുറിച്ച് നിരന്തരം എങ്ങനെ സ്മരിക്കാം? ഇവിടെ ഭഗവാൻ പറയുന്നു മദ്ഗതേൻ അന്തരാത്മന. ഭഗവാനെ കുറിച്ച് നിരന്തരം സ്മരിക്കണം. ഭഗവാനെ കുറിച്ച് എങ്ങനെയാണ് സ്മരിക്കുന്നത്? എന്താണ് നമ്മൾ ഭഗവാനെ കുറിച്ച് സ്മരിക്കേണ്ടത്? എങ്ങനെയാണ് ഈ ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കുന്നത്? ഇതൊക്കെ അടുത്ത അധ്യായത്തിൽ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് ജ്ഞാനവിജ്ഞാന യോഗം എന്നുള്ള 7ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ള ഈ ധ്യാനയോഗം എന്നുള്ള അധ്യായത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം.